ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ചെയിൻ പോക്കറ്റിൻ്റെ ടീത്ത് എന്തെങ്ങനെ പൊട്ടിപ്പോണെന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, നിസ്സാരമായ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയിൻ പോക്കറ്റ് നല്ല ലൈഫ് കിട്ടുന്നതാണ്. അത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതൊന്ന് അയച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു വണ്ടി ചെക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വണ്ടി അയച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ കപ്പിംഗ് റബ്ബർ ഇത്രയും ലൂസാണ്. അപ്പോൾ ഈ വണ്ടി ഓരോ പ്രാവശ്യം നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് ഒഴിവാക്കുമ്പോൾ ഈ അടി ഫസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ. അത് ഈ ഒരു പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ പോക്കറ്റിന് പെട്ടെന്ന് ഷോക്ക് കിട്ടും, ചെറിയൊരു ഷോക്ക് ഓരോ ആക്സിലേഷൻ കിട്ടും. ആ ഷോക്ക് വളരെയധികം പോക്കറ്റിൻ്റെ ടീത്ത് പൊട്ടാൻ കാരണമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നിങ്ങൾ വീൽ അയക്കുന്ന സമയത്ത്, ചെയിൻ പോക്കറ്റ് മാറ്റുന്ന സമയത്ത് ഈ ഒരു റബ്ബർ, അത് ഒറിജിനൽ റബ്ബർ തന്നെ ഇടണം. ആഫ്റ്റർ മാർക്കറ്റ് റബ്ബർ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, നിൽക്കത്തില്ല. അത് എന്താണെന്നുള്ളത് ഞാൻ ശരിക്കും അയച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിൻ്റെ വീലാണ് കാണിക്കുന്നത് കേട്ടോ. അലവീൽസിനാണ് കാണിക്കുന്നത്. അപ്പോൾ അതുമാതിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ സിംഗാമിൻ്റെ സ്റ്റേ ബുഷ്, ഈ ബുഷിൻ്റെ പ്ലേ, ഈ സ്റ്റേ ബുഷ് ഷെയ്ക്കിംഗ് ഉണ്ടോ നല്ല നോക്കണം. അതേമാതിരി കറക്റ്റ് ടോർക്ക് ടൈറ്റ് ആയിരിക്കണം, ഓവർ ടൈറ്റ് ആക്കരുത്. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ സിംഗാമിന് പ്ലേ കുറയും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഒരു 3.5 രീതിയിൽ ടോർക്ക് ഇട്ടിട്ട് വേണം അത് ടൈറ്റ് ചെയ്യാൻ. ഇത് കറക്റ്റ് ടോർക്ക് ടൈറ്റ് ആക്കുക. ഈ സിംഗാമിൻ്റെ ബുഷിൻ്റെ കാര്യം പറഞ്ഞ് ടോർക്ക് ടൈറ്റ് കറക്റ്റ് ആയിരിക്കണം, അത് പ്ലേ ഉണ്ടാവരുത്. അതേമാതിരി ഈ കപ്ലിംഗ് റബ്ബർ വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനും, ഇതേമാതിരി ചെയിൻ പോക്കറ്റ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒഴിവാക്കാൻ ഈ കപ്ലിംഗ് റബ്ബർ വളരെയധികം പ്രധാനമാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരിക്കലും നിങ്ങൾ വാങ്ങാൻ പാടില്ലാത്ത ബ്രാൻഡ് സാധനമാണ് ഇതൊക്കെ. റോളോൺ, ഞാനിപ്പോൾ വേറെ ഒന്ന് വാങ്ങിച്ചിടുന്നു, കാണിച്ചു തരാൻ വേണ്ടി മാത്രം വാങ്ങിച്ചാണ്. ഈ റോളോൺ എന്ന് പറഞ്ഞത് ഇതൊക്കെ ചെയിൻ പോക്കറ്റിന്റെ കമ്പനി തന്നെയാണ്, പക്ഷെ ഇത് ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കരുത്. റോളോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതേമാതിരി ഒരുപാട് ജംസ് അങ്ങനത്തെ ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് കപ്പിംഗ് റബ്ബർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വർഷമൊക്കെ പോയിട്ട് ഈ ഒരു സാധനം ഇടുന്നെങ്കിൽ ഇടണ്ടെന്ന് തന്നെ പറയണേ. ഈ സാധനം ഇതിലേക്കാണ് നല്ല നിങ്ങൾ ആദ്യം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും. ഇതിന് വില കുറവാണ്, 95 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. പക്ഷെ ഒറിജിനലിന് വരുന്നത് 160 രൂപയാണ് കേട്ടോ. ഒറിജിനൽ 160 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഈ 160 രൂപന്റെ സാധനം നിങ്ങളെ സാധനം കറക്റ്റ് ബ്രേക്ക് ഷൂ മാറ്റുമ്പോൾ പ്ലേ ഉണ്ടെങ്കിൽ വർഷം പോയിട്ട് പിന്നെ പോകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കപ്പിംഗ് റബ്ബർ പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം തന്നെ പറയാം. നിങ്ങൾക്ക് റൈഡിങ്ങിന്റെ കംഫർട്ടിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സംഗതിയാണത്. നിങ്ങൾ ആക്സിലേഷൻ കൊടുത്ത് ഒഴിവാക്കും, വണ്ടി ഒരു കുത്തിയായിരിക്കും, വണ്ടി ഒരു ഇടിച്ച മാതിരി വണ്ടി നീങ്ങുന്നുണ്ടെങ്കിൽ ആക്സിലേഷൻ കൊടുത്ത് രണ്ടാമത് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒഴിവാക്കി ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് വണ്ടി ചെറിയൊരു ലാഗ് അനുഭവപ്പെടും. ആ ഒരു ലാഗ് ഇല്ലാതാക്കാനാണ് ഈ റബ്ബർ നമ്മൾ മാറ്റണമെന്ന് പറയുന്നത്. ഇതാണ് കണ്ടില്ലേ, ഇതാണ് റബ്ബർ വരുന്നത്. അപ്പൊ വീലിന്റെ ഹബിന്റെ ഉള്ളിലാണ് അത് വരിക കേട്ടോ. ഇതാണ് സാധനം. ഈ ഒരു സംഗതി, അതായത് ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഞങ്ങൾ ചെയിൻ പോക്കറ്റിന്റെ ടീത്ത് പൊട്ടുന്ന യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഈ കാര്യം ശ്രദ്ധിക്കുക. അതുമാതിരി ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ക്വിക്കായിട്ടുള്ള ത്രോട്ടിൽ കൊടുക്കുക. അതൊക്കെ നമ്മളൊരു ഗ്രാജുവലി ത്രോട്ടിൽ കൊടുക്കുക. അതായത് ഇങ്ങനെ പതുക്കെ ത്രോട്ടിൽ, വണ്ടി ഗിയർ ചെയ്യുന്ന പതുക്കെ ഇങ്ങനെ ത്രോട്ടിൽ കൊടുക്കുക. അതായത് പെട്ടെന്നുള്ള ഈ ഇതുണ്ടല്ലോ, ക്വിക്കായിട്ടുള്ള ആക്സിലേഷൻ, ആ ഒരു ആക്സിലേഷൻ ഒഴിവാക്കുക. അതൊക്കെ ചെയിനിന് പെട്ടെന്ന് ഷോക്ക് കൊടുക്കുന്ന. അപ്പോൾ അതേമാതിരി കപ്പിംഗ് റബ്ബർ പോയതിന്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു ത്രോട്ടിൽ ഇങ്ങനെ കൊടുക്കുന്നെങ്കിൽ പോക്കറ്റ് പൊട്ടിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. കപ്പിംഗ് റബ്ബർ ടൈറ്റ് ആണെന്നെങ്കിൽ ഒരുവിധ പരിധിയൊക്കെ അത് ആ ഷോക്കൊക്കെ കുറച്ച് കുറക്കും. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെയാണ് ഓരോ പ്രാവശ്യവും പെട്ടെന്നാണ് ത്രോട്ടിൽ കൊടുക്കുന്നതെങ്കിൽ ചെയിൻ പോക്കറ്റിന്റെ പല്ലടയും, അടന്നു പോകുന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. പെട്ടെന്ന് എത്ര ഈ പുതിയതാണ് പറഞ്ഞിട്ട് ഈ ത്രോട്ടിൽ കൊടുക്കുക, അതിന്റെ കപ്പിംഗ് റബ്ബർ ലൂസ് ആണെങ്കിൽ സംശയിക്കേണ്ട. അപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് ത്രോട്ടിൽ ഗ്രാജുവലി കൊടുക്കുക, ഗിയർ മാറിന്റെ ശേഷം ഗ്രാജുവലി ആയിട്ട് മൂവ് ചെയ്യുക വണ്ടി. പിന്നെ അതുമാതിരി ആ ഒരു കപ്പിംഗ് റബ്ബർ കറക്റ്റ് സമയങ്ങളിൽ മാറ്റി കൊടുക്കുക. വീല് അയച്ചിട്ട് പ്ലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാം, കാണിച്ചു തരാം. നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിക്കുക. ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിച്ചതിന് ശേഷം ബാക്കിൽ ബ്രേക്ക് ഈ വീലുണ്ട്, ഇത്രയും പ്ലേ ആണിത്. ഇത് മാറ്റാനുള്ളതാണ് കേട്ടോ. ഇത് ഇത്രയും പ്ലേ ആണ്. ഈ ഒരു പ്ലേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആക്സിലേഷൻ കൊടുത്ത വണ്ടി രണ്ടാമത് പിടുത്തം കിട്ടുള്ളൂ. ഈ ഒരു പ്ലേ വീല് കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ പ്രാവശ്യം ത്രോട്ടിൽ ഒഴിവാക്കുന്ന സമയത്തും ഈ ഒരു പ്ലേ വണ്ടിക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ശരിക്കും റൈഡിങ്ങിന് നമുക്ക് അറിയാൻ പറ്റും. വണ്ടി ഇങ്ങനെ ഒരു ഇടിച്ചു പോകുന്ന മാതിരി
അതുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള റൈഡിങ്ങിനും അതിന്റെ ചെയിൻ സ്പ്രോക്കറ്റിന്റെ ലൈഫിനും വളരെ പ്രധാനമാണ്. 160 രൂപ മാത്രമേ അതിന് വില വരുന്നുള്ളൂ. ആ ഒരു കാര്യം മാറ്റി കഴിഞ്ഞ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ഞങ്ങൾ ചെയിൻ സ്പ്രോക്കറ്റ് 27,000 കിലോമീറ്റർ മിനിമം ഓടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.